നല്ല പെരുമാറ്റ രീതികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതെങ്ങനെ സാധിക്കും എന്ന് പലർക്കും ഒരു പിടിയുമില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് പലർക്കും. അതിനാവശ്യം നമ്മുടെ പ്രകൃതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം എന്നതത്രേ. ചിന്തിക്കാം. ചില ആളുകളെക്കുറിച്ച് പറയുമ്പോൾ കേട്ടിട്ടില്ലേ, അവനൊരു മനുഷ്യനല്ല, വെറും മൃഗമാണ് എന്ന്. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തിനും അതിൻ്റേതായ പ്രകൃതമുണ്ട്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഉദാഹരണത്തിന്, ഒരു മൃഗമോ പക്ഷിയോ സംസാരിച്ചു എന്നാൽ അത് അതിൻ്റെ പ്രകൃതമല്ലാത്തതിനാൽ എല്ലാവരും അത്ഭുതപ്പെടും. വേറൊരു കാര്യം പറഞ്ഞാൽ, മാംസഭുക്കുകളായ മൃഗങ്ങളും പക്ഷികളും മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും, എന്തിന് മനുഷ്യരെ പോലും കൊന്നു തിന്നും. അത് അതിൻ്റെ പ്രകൃതമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യനിൽ ദൈവം തൻ്റെ സ്വഭാവം അഥവാ തൻ്റെ പ്രകൃതം വെച്ചു. എന്നാൽ ദൈവത്തോട് മത്സരിച്ച മനുഷ്യന് ദൈവപ്രകൃതം നഷ്ടപ്പെടുകയും പിശാചിൻ്റെ പ്രകൃതത്തിന് അവൻ അടിമപ്പെടുകയും ചെയ്തു. ഇന്ന് ലോകത്തിൽ നാം കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം ദൈവപ്രകൃതം നഷ്ടപ്പെട്ട മനുഷ്യർ സ്വയം ജീവിക്കുവാൻ തത്രപ്പെടുന്നതാണ്. എന്നാൽ താൻ സ്നേഹിച്ച മനുഷ്യരെ അങ്ങനെ തള്ളിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കാത്തതിനാൽ ദൈവം ക്രിസ്തുവിലൂടെ മനുഷ്യന് ദൈവപ്രകൃതം കൈവരിക്കുവാൻ വഴി തുറന്നുകൊടുത്തു. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ദൈവപ്രകൃതത്തിന് പങ്കാളികളാകുന്നു. ആ പ്രകൃതത്തിൻ്റെ പ്രത്യേകതകളാണ് വിശുദ്ധ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. നാം ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെ ചിന്തിച്ച് കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് 23 മുതൽ ആ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. എടുത്താട്ട് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാം തുടങ്ങി മോശയിലൂടെ ക്രിസ്തു വരെയുള്ള 2000 വർഷത്തെ പഴയ നിയമ ചരിത്രം തിരിഞ്ഞ് ചിന്തിക്കുകയുണ്ടായി. ബൈബിളിലെ ഈ വലിയ പേരുകൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഉദ്ദേശത്തിൽ ഒന്നൊന്നോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തത് എങ്ങനെയെന്നും മോശയ്ക്കൊരു ന്യായപ്രമാണം നൽകിയത് എങ്ങനെയെന്നും നീക്കിക്കളവാൻ സാധിക്കാത്തതെന്ന് ന്യായപ്രമാണം വെളിപ്പെടുത്തിയ വാഗ്ദത്തത്തെ ക്രിസ്തുവിലൂടെ എങ്ങനെ പൂർത്തിയാക്കിയെന്നും പൗലോസ് വ്യക്തമാക്കി. ന്യായപ്രമാണം പാപിയെ മരണത്തിനായി ശിക്ഷ വിധിച്ചു. എന്നാൽ വാഗ്ദത്തം അവന് നീതീകരണവും നിത്യജീവനും വാഗ്ദാനം ചെയ്തു. ഈ വലിയ ചിന്തയെ പൗലോസ് കുറെ കൂടി വിശദമാക്കുന്നതായി നാം കാണുന്നു. വാഗ്ദത്തത്തിൽ നിന്നും ന്യായപ്രമാണത്തിലൂടെ ഉണ്ടായ വാഗ്ദത്ത നിവൃത്തി പഴയ നിയമ ചരിത്രത്തെക്കാൾ കൂടുതലാണ്, യഹൂദജാതിയേക്കാളും കൂടുതലാണ്. അത് ഓരോ മനുഷ്യൻ്റെയും കഥയാകുന്നു. കുറഞ്ഞത് ഓരോ ദൈവ പൈതലിൻ്റെയും അനുഭവമാകുന്നു. ഓരോരുത്തരും വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നതിനാൽ ഒന്നുകിൽ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലാത്ത പക്ഷം അയാൾ വാഗ്ദത്തം സ്വന്തമാക്കിയതിനാൽ ന്യായപ്രമാണത്തിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ ഓരോരുത്തരും ഒന്നുകിൽ പഴയ നിയമത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ. ഒന്നുകിൽ അയാളുടെ മതം മോശയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നും സ്വീകരിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒന്നുകിൽ ന്യായപ്രമാണത്തിന് കീഴ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ. നമ്മുടെ ഈ ആത്മീക തീർത്ഥയാത്രയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ നാം ഓരോരുത്തരും ന്യായപ്രമാണത്തിലൂടെ വാഗ്ദത്തത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെന്നത്രേ. ഇന്നത്തെ പ്രശ്നം എന്തെന്നാൽ അനേകരും ഇവയിൽ ഒന്നിനെ തിരഞ്ഞെടുക്കുകയും മറ്റേതിനെ കളയുകയും ചെയ്യും. ചിലർ ആദ്യം മോശയെ കാണാതെ യേശുവിങ്കിലേക്ക് പോകുന്നു. പഴയ നിയമത്തെ വിട്ടുകളയുവാൻ അവർ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. അവർ അങ്ങനെ ചെയ്യുന്നത് ക്രിസ്തുവിലുള്ള നീതീകരണത്തിൻ്റെ വാഗ്ദത്തം സ്വന്തമാക്കുവാനാണ്, അതും ന്യായപ്രമാണത്താലുള്ള ശിക്ഷാവിധിയുടെ വേദന ഇല്ലാതെ തന്നെ. മറ്റു ചിലർ കുറ്റം വിധിക്കപ്പെടുവാൻ മോശയെങ്കിലേക്കും ന്യായപ്രമാണത്തിങ്കിലേക്കും ചെല്ലുന്നു. എന്നാൽ അവർ ഈ പറഞ്ഞ അസന്തുഷ്ടമായ ബന്ധനത്തിൽ തന്നെ തുടരുന്നു.
അവർ ഇപ്പോഴും പഴയ നിയമത്തിൽ തന്നെ ജീവിക്കുന്നു. അവരുടെ മതം അവർക്കൊരു ഭാരമേറിയ നുകമാകുന്നു. അത് വഹിക്കുവാൻ അവർ പ്രയാസപ്പെടുന്നു. മോചനത്തിനായി അവർ ഒരിക്കലും ക്രിസ്തുവിങ്കിലേക്ക് പോയിട്ടില്ല. ഈ രണ്ട് അവസ്ഥകളും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും 23, 24 വാക്യങ്ങൾ വിവരിക്കുന്നത് നമുക്ക് നോക്കാം. അത് ന്യായപ്രമാണത്തിന് കീഴ് നാം എന്തായിരുന്നു എന്നാണ് പറയുന്നത്. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നത്രേ വിവരിക്കുന്നത്. 23 വാക്യം ഞാൻ വായിക്കട്ടെ. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ച് സൂക്ഷിച്ചിരുന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നാം ബന്ധനത്തിലായിരുന്നു എന്ന്. 23, 24 വാക്യങ്ങളിൽ പൗലോസ് 2 സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു. ഒന്നാമത്, ന്യായപ്രമാണം ഒരു തടവിനോട് സാമ്യപ്പെടുത്തുന്നു. അതിൽ നാം ബന്ധികളാക്കപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഒരു ശിശുബാലകനോട് ഉപമിക്കുന്നു. അയാളുടെ ശിക്ഷണം ക്രൂരവും ബുദ്ധിമുട്ടേറിയതുമായിരുന്നു. വിശ്വാസം വരും മുമ്പേ എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്നാണ് അർത്ഥം. കർത്താവായ യേശുക്രിസ്തു വന്നതുവരെ ന്യായപ്രമാണത്തിന് അതിൽ കരുണയുണ്ടായിരുന്നു. കാരണം അതിനൊരു കൃപാസനമുണ്ടായിരുന്നു. പാപത്തിനു വേണ്ടിയുള്ള യാഗങ്ങൾ കൊണ്ടുവരുവാനുള്ള ഒരു യാഗപീഠം അതിനുണ്ടായിരുന്നു. അവിടെ പാപക്ഷമ പ്രാപിക്കുവാൻ കഴിയുമായിരുന്നു. കരുണ അവിടെ കണ്ടെത്താമായിരുന്നു. പാപത്തിനു വേണ്ടിയുള്ള എല്ലാ യാഗങ്ങളും ക്രിസ്തുവിങ്കിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ 2 പ്രയോഗങ്ങൾ നാം കാണുന്നു. ഒന്ന്, കീഴ് എന്ന് ഉപയോഗിക്കുന്നു. സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ സൂക്ഷിക്കുക എന്ന അർത്ഥമാണ് ഈ പദത്തിന് മൂലത്തിലുള്ളത്. ഒരു പട്ടണത്തെ സംബന്ധിച്ച് ഈ വാക്ക് പറയുമ്പോൾ ശത്രുക്കളെ വെളിയിൽ തടഞ്ഞു നിർത്തുന്നതിനും അതിലെ ആളുകളെ ഉള്ളിൽ സുരക്ഷിതരാക്കുന്നതിനും ഉപയോഗിച്ചിരുന്ന പദമത്രേ ഇത്. കസ്റ്റഡിയിൽ വയ്ക്കുക എന്ന അർത്ഥം. മറ്റൊരു പ്രയോഗം അടച്ചു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഈ 2 പ്രയോഗങ്ങളും ഊന്നിപ്പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണവും കൽപ്പനകളും നമ്മെ കാരാഗ്രഹത്തിൽ അടച്ചു എന്നത്രേ. അങ്ങനെ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. ഇനിയും 24 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാകുന്നിത്. മോശെയ്ക്ക് ന്യായപ്രമാണത്തിന് രക്ഷിപ്പാൻ കഴിയില്ല എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. റോമാലേഖനം 4 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുവാൻ ദൈവം വിസമ്മതിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നത് നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാകുന്നു എന്നത്രേ. ന്യായപ്രമാണം കാത്തു സൂക്ഷിക്കുന്നു എന്നതിനെ അംഗീകരിക്കുവാനും ദൈവം തയ്യാറല്ല. ന്യായപ്രമാണത്തിന് രക്ഷിപ്പാൻ കഴിയില്ല. കുറ്റം വിധിക്കുവാൻ മാത്രമേ സാധിക്കൂ. പാപികളെ രക്ഷിക്കുവാനല്ല അത് നൽകിയത്. പിന്നെയോ തങ്ങൾ പാപികളാകുന്നു എന്നവർ അറിയുവാനാണ് അത് നൽകപ്പെട്ടത്. ന്യായപ്രമാണം പാപത്തെ നീക്കുന്നില്ല, പാപത്തെ വെളിപ്പെടുത്തുകയാണ്. അത് താങ്കളെ പാപത്തിൽ നിന്നും അകറ്റി നിർത്തില്ല. കാരണം പാപം ഇതിനോടകം മനുഷ്യരിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും കാണിക്കുന്നത് പോലെ അല്ല മനുഷ്യൻ എന്ന് ന്യായപ്രമാണം വ്യക്തമാക്കുന്നു. മനുഷ്യരെ എത്ര മാന്യരായിട്ടാണ്, സംസ്കാര സമ്പന്നരായിട്ടാണ് ലോകം കാണിക്കുന്നത്. മനുഷ്യൻ വാസ്തവത്തിൽ ഒരു വൃത്തികെട്ട പാപിയാകുന്നു. അവൻ നഷ്ടപ്പെട്ടവനാണ്, ആകെ നശിച്ചവനാണ് മനുഷ്യൻ. ഇത് മനസ്സിലാക്കുവാൻ സഹായകരം എന്ന് തോന്നുന്ന ഒരു ചെറിയ ഉദാഹരണം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഒരു കുളിമുറിയിലേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ കുളിമുറികളിൽ ഒരു വാഷ് ബേസിനും അതിൻ്റെ മുകളിലൊരു മുഖം നോക്കുന്ന കണ്ണാടിയും കാണാറുണ്ടല്ലോ. ആ വാഷ് ബേസിൻ ഒരു ഉദ്ദേശവും കണ്ണാടി മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയും ആകുന്നുവല്ലോ വെച്ചിരിക്കുന്നത്. താങ്കളുടെ മുഖത്ത് അഴുക്കെന്തെങ്കിലും പുരളുമ്പോൾ അത് കഴുകുവാനായി താങ്കൾ കുളിമുറിയിലേക്ക് പോകുന്നു. അഴുക്ക് മാറ്റുവാൻ താങ്കൾ കണ്ണാടി ഉപയോഗിക്കില്ല. ഉപയോഗിക്കുമോ? താങ്കൾ കുളിമുറിയിൽ കയറിയപ്പോൾ മുഖത്ത് അഴുക്കിരിക്കുന്നത് കണ്ടാൽ താങ്കൾ ഉടനെ കണ്ണാടി കൊണ്ട് അത് മാറ്റുവാൻ ആഗ്രഹിച്ച് മുഖം കണ്ണാടിയിലിട്ട് ഉരയ്ക്കുമോ? അങ്ങനെ എങ്ങാനും ചെയ്താൽ വീട്ടുകാരെല്ലാം കൂടി താങ്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കുമില്ലേ?
എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, അതെ, ക്രിസ്തീയ സഭകളിൽ ആയിരങ്ങൾ ചട്ടങ്ങളും നിയമങ്ങളുമായ കണ്ണാടിയിലിട്ട് മുഖം ഉരയ്ക്കുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? തങ്ങളുടെ പാപം മാറ്റുവാൻ, ജീവിതത്തിലെ അഴുക്കകറ്റുവാൻ. നാം ആരാകുന്നു എന്നും നാം എന്താകുന്നു എന്നും നമുക്ക് കാണിച്ചു തരുന്നൊരു കണ്ണാടിയാണ് ദൈവവചനം. നാം പാപികളാണെന്നും നാം ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിന്നും കുറവുള്ളവരായി എന്നും നമുക്ക് കാണിച്ചു തരുന്ന കണ്ണാടിയാണ് ദൈവവചനം. അതത്ര ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ആ കണ്ണാടിയുടെ അടിയിൽ ഒരു വാഷ് ബേസിൻ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, പാട്ടുകാരൻ പറയുന്നത് പോലെ, ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീക്കും, അതിൽ മുങ്ങിത്തീർന്നാൽ ആരും. എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപം എന്നിൽ നിന്ന് നീക്കാൻ രക്തം ചിന്തി യേശു. അതെ, അവിടെയാണ് താങ്കൾ കറ നീക്കിക്കളയുന്നത്. നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഒന്ന് മാത്രമാണ്. ന്യായപ്രമാണം മനുഷ്യനെ ഒരു പാപിയായി കാണിക്കുന്നു. അതൊരിക്കലും അവനെ ഒരു വിശുദ്ധനാക്കുകയില്ല. പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ന്യായപ്രമാണം നൽകിയത് അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ എന്നതിനാണ്. അങ്ങനെ ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്ന് പൗലോസ് പറയുന്നു. ഈ പറഞ്ഞതിനാൽ താൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് തുടർന്ന് പൗലോസ് പറയുന്നതാണ്. 25-ാം വാക്യം വായിക്കാം. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകൻ്റെ കീഴിൽ അല്ല. ശിശുപാലകൻ എന്നുള്ള മലയാള തർജ്ജിമയാണ് കൂടുതൽ ശരിയായത്. ചില തർജ്ജിമകളിൽ സ്കൂൾ മാസ്റ്റർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അത്ര ശരിയല്ല. പൗലോസിൻ്റെ സമയത്ത് ഈ പ്രയോഗം ഒരു ദാസനെ കുറിക്കുന്നതായിരുന്നു. ഒരു റോമൻ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു ദാസൻ. റോമൻ സാമ്രാജ്യത്തിലെ പകുതി ജനങ്ങൾ അടിമകളായിരുന്നു. 120 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നതിൽ 60 ദശലക്ഷം അടിമകളായിരുന്നു. അന്നത്തെ സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളെ വളർത്തിയിരുന്ന അടിമകളുണ്ടായിരുന്നു. ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മാതാപിതാക്കളുടെ സംരക്ഷണയിൽ നിന്നും ഹോസ്റ്റലിൽ വിടുന്നത് പോലെ അത് സമ്പന്നതയുടെ ഒരു ലക്ഷണമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ സമ്പന്ന കുടുംബങ്ങളിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ അങ്ങനെയുള്ള കുട്ടിയെ അതിനായി നിയമിച്ചിട്ടുള്ള ഒരു അടിമയുടെ സംരക്ഷണയിലാക്കും. ആ ദാസനായിരിക്കും ആ കുട്ടിയെ വളർത്തുന്നത്. അയാൾ കുട്ടിയുടെ മുഷിഞ്ഞ വസ്ത്രം മാറി വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിക്കും, കുട്ടിയെ കുളിപ്പിക്കും, അതുപോലെ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഈ കുട്ടി സ്കൂളിൽ പോകുവാൻ പ്രായമാകുമ്പോൾ ഈ ദാസൻ കുട്ടിയെ രാവിലെ ഉണർത്തി ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കും. ആ അടിമ കുട്ടിയെ കൈക്ക് പിടിച്ച് സ്കൂളിൽ കൊണ്ടുചെന്ന് ആ സ്കൂളിലെ ആ ടീച്ചറെ ഏൽപ്പിക്കും. ഒരു പ്രത്യേക പ്രായത്തിനപ്പുറം ആ കുട്ടിയെ പഠിപ്പിക്കുവാനോ പരിശീലിപ്പിക്കുവാനോ ഈ പറഞ്ഞ ദാസന് കഴിയില്ല. അതുകൊണ്ട് അവൻ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് എന്തെന്നാൽ ന്യായപ്രമാണം നമ്മുടെ ശിശുപാലകനാകുന്നു എന്നത്രേ. ന്യായപ്രമാണം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ ചെയ്യുവാൻ എനിക്ക് സാധ്യമല്ല. ഇപ്പോൾ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ എന്നെക്കൊണ്ടാകൂ. നീ നഷ്ടപ്പെട്ടവനാണ്, നിനക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം മനുഷ്യരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരിക എന്നതത്രേ. അതല്ലാതെ തങ്ങൾ ന്യായപ്രമാണം മുഴുവൻ പാലിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് നടക്കുവാനായി വിസ്താരമായ ഒരു നെഞ്ച് തരികയല്ല ന്യായപ്രമാണം ചെയ്യുന്നത്. താങ്കൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്ന വസ്തുത താങ്കൾക്ക് തന്നെ അറിയാം. അതിന് വാദമുഖങ്ങളോ ന്യായീകരണങ്ങളോ ഒന്നും ആവശ്യമില്ലുണ്ടോ? സ്വന്തം ഹൃദയത്തെ ഒരു നിമിഷം സ്വയപരിശോധന ചെയ്താൽ മതി. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.
26 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ മാത്രം ലഭിക്കുന്നതായ ഏതാനും പ്രയോജനങ്ങൾ ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്തും 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തും പൗലോസ് നമ്മെ കാണിക്കുവാൻ പോകുന്നു. ന്യായപ്രമാണത്താൽ ഒരിക്കലും ലഭിക്കാത്തതും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ മാത്രം ലഭിക്കുന്നതുമായ ചില പ്രയോജനങ്ങൾ. ഒരു ദൈവപൈതലിൻ്റെ സ്വഭാവം ഒരു വിശ്വാസിക്ക് നൽകുവാൻ ന്യായപ്രമാണത്തിന് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിനത് സാധ്യമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്ന് മാത്രമേ നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയുള്ളൂ. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മകൻ അഥവാ മകൾ എന്നുള്ള പദവി, അതെ, അവകാശമുള്ള മകൻ അഥവാ മകൾ എന്ന പദവിയിൽ ആക്കുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ സാധിക്കൂ. ദൈവത്തിൻ്റെ മക്കളെല്ലാം അവകാശമുള്ളവർ തന്നെയാണ്. ദൈവത്തിലുള്ള വിശ്വാസത്താൽ താങ്കളെ ഒരു യഥാർത്ഥ ദൈവപൈതലാക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത് മാത്രമേ അതിനാവശ്യമുള്ളൂ. വിശ്വാസം അധികം എന്തെങ്കിലുമല്ല രക്ഷ കൊണ്ടുവരുന്നത്. പിന്നെയോ വിശ്വാസം അധികം യാതൊന്നും ഒരു ദൈവപൈതലാകുവാൻ താങ്കൾക്ക് ആവശ്യമില്ല. മറ്റൊന്നും താങ്കളെ ഒരു ദൈവപൈതലാക്കുകയില്ല. ഇസ്രായേലിയനായ ഒരുവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഒരിക്കലും ഒരു പുത്രനായിരുന്നില്ല, ഒരു ദാസൻ മാത്രമായിരുന്നു. ദൈവം ആ ജാതിയെ വിളിച്ചത് ഇസ്രായേൽ എൻ്റെ മകൻ എന്നാണ്. ഇസ്രായേൽ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. എന്നാൽ ഇസ്രായേലിയനായ ഒരു വ്യക്തി ഒരിക്കലും ഒരു മകൻ എന്ന് പറഞ്ഞിട്ടില്ല. അവനെ യഹോവയുടെ ദാസൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണത്തിന്, മോശ ദൈവത്തോട് വളരെ അടുത്ത് ഇടപെട്ടിരുന്നതാണ്. എന്നിട്ടും ദൈവം അവനെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ദാസനായ മോശ മരിച്ചു എന്നത്രേ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദൈവം അവനെ വിളിച്ചത് എൻ്റെ ദാസനായ ദാവീദ് എന്നത്രേ. താങ്കൾക്ക് ചെയ്യുവാൻ കഴിയാത്ത പ്രമാണങ്ങൾ തന്നെ എന്ന് വരികിലും താങ്കൾ ന്യായപ്രമാണം പാലിച്ചു എന്നാൽ തന്നെ താങ്കളുടെ നീതി ദൈവത്തിൻ്റെ നീതിയേക്കാൾ കുറഞ്ഞതായിരിക്കും. പുത്രത്വം ആവശ്യപ്പെടുന്നത് അവൻ്റെ നീതിയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ളത് പുതിയ നിയമത്തിലെ മാറ്റമില്ലാത്ത പ്രമാണമാകുന്നു. നമുക്ക് അധികാരം നൽകിയിരിക്കുന്നത് കുറച്ചോ കൂടുതലോ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല, പിന്നെയോ അവനിൽ ആശ്രയിക്കുന്നതിനാൽ, ലളിതമെന്ന് തോന്നുന്ന അത് ചെയ്യുന്നതിനാൽ. നമുക്കെല്ലാ കാലവും പ്രതീക്ഷിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ന്യായപ്രമാണം അനുസരിച്ച വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. എന്നാൽ അവനൊരു ദൈവപൈതലല്ലായിരുന്നു. യേശു അവനോട് പറഞ്ഞത്, നീ പുതുതായി ജനിക്കണമെന്നത്രേ. ഈ വിഷയത്തിൽ കർക്കശമായി തന്നെ ഇരിക്കുന്നതിൽ എനിക്കല്പം പോലും ബുദ്ധിമുട്ടില്ല. താങ്കളുടെ പ്രാർത്ഥനയോ ഉപവാസമോ വേർപെട്ട സഭയോ സ്നാനമോ മറ്റേതെങ്കിലും കൂദാശകളോ ആത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുന്നവയോ അങ്ങനെ ഒന്നും താങ്കളെ ഒരു ദൈവപൈതലാക്കുകയില്ല എന്ന് ഞാൻ പറയട്ടെ സുഹൃത്തെ. ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ താങ്കളെ ദൈവമകൻ ആക്കുകയുള്ളൂ. വിശ്വാസമില്ലാതെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല. മതം മനുഷ്യനെ ഏറ്റവും അധികം കബളിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 27-ാം വാക്യത്തിലേക്ക് വരാം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഈ വാക്യത്തെ വളരെയേറെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇത് ജലസ്നാനത്തിൻ്റെ ഒരു പരാമർശിക്കലല്ല എന്ന് താങ്കൾ ഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ജലസ്നാനം എന്നത് ആചാരപരമായ സ്നാനമാകുന്നു. ഇന്ന് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ചർച്ചാവിഷയമായിരിക്കുന്ന ഒന്നത്രേ ഈ ജലസ്നാനം. തിരുവചനത്തിൽ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം ഇതേക്കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥ സ്നാനം പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാകുന്നു. അതിൻ്റെ ബാഹ്യ പ്രകടനം മാത്രമാണ് ജലസ്നാനം. സ്നാനം എന്ന പദത്തിൻ്റെ മൂലത്തിലെ അർത്ഥം ഏകീഭവിക്കുക, ഒന്നായിത്തീരുക എന്നൊക്കെയാണ്. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്താൽ താങ്കളെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന വിശ്വാസികളുടെ സമൂഹത്തോട് അഥവാ സഭയോട് പരിശുദ്ധാത്മാവ് ഒന്നാക്കുന്നു, ഏകീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമാണ്. വിശ്വാസമില്ലാതെ എത്ര സ്നാനപ്പെട്ടാലും എന്താണ് വിശേഷം? താങ്കളും എന്നോട് ആ കാര്യത്തിൽ സമ്മതം മൂളുമെന്ന് എനിക്കറിയാം. വിശ്വാസമില്ലാതെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാൽ എന്താണ് വിശേഷം? ഇവിടെ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഏകീഭവിക്കുന്ന അനുഭവം. പരിശുദ്ധാത്മ സ്നാനവും പരിശുദ്ധാത്മ നിറവും തമ്മിൽ തിരിച്ചറിയുവാൻ പാടില്ലാത്തതിനാൽ പലരും
ബൈബിളിൽ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ മുഴുവൻ ജലസ്നാനമായും പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ ആത്മനിറവായും കണക്കാക്കാറുണ്ട്. ഇത് വളരെയേറെ അബദ്ധങ്ങളിലേക്ക് നയിക്കുന്നുമുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളത് ഓർക്കേണ്ടത്, നമ്മുടെ യാതൊരു പ്രവൃത്തി കൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല ദൈവത്തിങ്കൽ നിന്നും നാം എന്തെങ്കിലും പ്രാപിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നാം ഏകീഭവിക്കപ്പെട്ടിരിക്കുന്നു. നാം വിശ്വാസികളുടെ സഭയോട് വാസ്തവമായും സത്യമായും ചേർക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ദൈവം താങ്കളെ ക്രിസ്തുവിൽ ആകുന്നു കാണുന്നത്. അതുകൊണ്ട് അവൻ താങ്കളെ പൂർണ്ണനായി കാണുന്നു. 28-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഈ പുതിയ കൂട്ടത്തിൽ യഹൂദനുമില്ല, യവനനുമില്ല. ക്രിസ്തുവിൽ കുലങ്ങളുടെ പരമ്പരയില്ല. ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ, അവൻ ആരായാലും അവൻ എൻ്റെ സഹോദരനാകുന്നു. അവൻ്റെ തൊലി വെളുത്തതായാലും കറുത്തതായാലും അവൻ്റെ ഹൃദയത്തിൻ്റെ നിറമാണ് എന്നെ ആകർഷിക്കുന്നത്. ഇന്ന് അനേകം വെളുത്ത തൊലിയുള്ളവർ കറുത്ത ഹൃദയവുമായി നടക്കുന്നുണ്ട്. അവർ എൻ്റെ സഹോദരന്മാരല്ല. യേശുക്രിസ്തുവിലാണ് നാം ഒന്നായിത്തീരുന്നത്. താങ്കൾ ഒരു യഹൂദനായതുകൊണ്ട് ദൈവത്തിന് മുൻപാകെ ഒരു പ്രാഥമികത്വവും അത് താങ്കൾക്ക് തരുന്നില്ല. താങ്കൾ സ്വതന്ത്രനായിരിക്കെ ഒരൊറ്റ ആനുകൂല്യവും ദൈവം മുൻപാകെ താങ്കൾക്ക് ലഭിക്കുന്നില്ല. താങ്കളൊരു പുരുഷനാണോ, അതും താങ്കൾക്ക് ഒരു നന്മയും ചെയ്യുന്നില്ല എന്നോർക്കണം. ദൈവം മുൻപാകെ എല്ലാവരെയും ദൈവം ഒരുപോലെയാകുന്നു കാണുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ചിന്തയല്ലേ? എല്ലാവരും സമമാണ്. മനുഷ്യൻ വലുതും ചെറുതുമൊക്കെ ആക്കിയിട്ടുണ്ട്, എന്നാൽ ദൈവം നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. 29-ാം വാക്യത്തിൽ, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. പൗലോസ് ഇവിടെ ഒരു ഉന്നതമായ ഉപസംഹാരത്തിൽ എത്തുകയാണ്. അവൻ പറയുന്നു, അവർ ക്രിസ്തുവിനുള്ളവർ ആകുന്നുവെങ്കിൽ അവർ അബ്രഹാമിൻ്റെ സന്തതി അത്രേ എന്ന്. ജാതികൾ അബ്രഹാമിൻ്റെ സന്തതികൾ ആകണമെങ്കിൽ പരിച്ഛേദനയും ന്യായപ്രമാണവും വേണമെന്ന് അന്നത്തെ യഹൂദ മതാനുഷ്ഠാരികൾ പറഞ്ഞു. അവർ അങ്ങനെ അവകാശപ്പെട്ടു. എന്നാൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തമെല്ലാം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നും ക്രിസ്തുവിനോടുകൂടെ ചേർക്കപ്പെട്ടവർ യഥാർത്ഥ സന്തതികളാകുന്നു എന്നും പൗലോസ് സമർത്ഥിക്കുകയാണ്. നമുക്ക് അബ്രഹാമിൻ്റെ തലമുറക്കാർ എങ്ങനെ ആകുവാൻ കഴിയും? അബ്രഹാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, നാമും വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. വിശ്വാസത്താൽ മാത്രമാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായതെങ്കിൽ ഞാനും അതേ വിശ്വാസത്താൽ അബ്രഹാമിൻ്റെ മകനല്ലേ? തീർച്ചയായിട്ടുമാകുന്നു. വിശ്വാസത്താൽ, നമ്മുടെ യാതൊരു പുണ്യപ്രവൃത്തിയുമല്ല. ദൈവം നമ്മോട് കാണിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ കൃപ, കരുണ, നമ്മുടെ പ്രവൃത്തികളല്ലാതെ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം, ആ മഹാസ്നേഹത്താൽ നമുക്ക് ദൈവമക്കളാകുവാനുള്ള ആ പദവി. വിശ്വസിക്കുക മാത്രം. എനിക്കുള്ള വകകൾ കൊടുക്കുകയല്ല, എന്നെ നൽകുക വഴി ഞാൻ ദൈവപൈതലായിത്തീരുക. എന്നെ ദൈവത്തിനായി സമർപ്പിക്കുക വഴി ഞാൻ ഒരു ദൈവപൈതലായി തീരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവപൈതലായി തീരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? യേശുക്രിസ്തുവിലൂടെ മാത്രം ലഭ്യമായ ആ ആത്മരക്ഷ താങ്കൾക്ക് പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? പരിശോധിച്ചാട്ടെ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ അതിമഹത്തായ സത്യങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരുന്നതിനായി ഈ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന സത്യങ്ങളെ ഗ്രഹിപ്പാനും അതനുസരിച്ച് ജീവിപ്പാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ദൈവപ്രകൃതത്തിന് കൂട്ടാളികളായി തീരുന്ന വലിയ അവസ്ഥയിലേക്ക് ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് നയിക്കണമേ. വ്യക്തികളായി, കുടുംബങ്ങളായി ആ അനുഭവത്തിൻ്റേതായ പശ്ചാത്തലത്തിൽ മുൻപോട്ട് പോകുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.